അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരുന്നു. അടുത്തത് വരുന്നത് ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. എന്തൊക്കെയാണ് ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് വരിക? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ, അസോസിയേറ്റീവ് ആണോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുമോ, അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, അങ്ങനെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 ആൻഡ് Z2, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. ആൾജിബ്രൈക് പ്രോപ്പർട്ടീസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് Z1 + Z2 = Z2 + Z1 ആയിരിക്കും. ഓക്കെ, Z1ഉം ഇത് അഡിറ്റീവിലാണ് കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേറ്റീവിലും വരുന്നുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവും കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതുണ്ട്. അതായത് Z1 Z2 = Z2 Z1, ഈ ഫോമിൽ എഴുതാം നമുക്ക്. അതായത് Z1 + Z2 = Z2 + Z1 ആണ്. അതുപോലെ തന്നെ Z1 × Z2 = Z2 × Z1 ആണ്. ഇവിടെ നമുക്കറിയാം, ഇതിൻ്റെ പ്രൂഫ് നോക്ക്. എല്ലാത്തിൻ്റെയും പ്രൂഫ് വരുന്നില്ല. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അസോസിയേറ്റീവ് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്ക്. സപ്പോസ് നമുക്ക് Z1 = x1 + i/1 അല്ലേ. നമ്മളിങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യുക. x1 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് Z1 and y1 is imaginary part of Z1, and Z2 = x2 + i/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് Z1 + Z2 എങ്ങനെ എഴുതാം? Z1 + Z2 = x1 + i/1 + x2 + i/2. that is equal to, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? x1 റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതാം. x1 + x2 + i × y1 + y2 അല്ലേ. നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. എങ്ങനെയാണ് അഡീഷൻ വരുന്നത്, സബ്സ്ട്രാക്ഷൻ വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു, പ്ലസ് i × ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത് x + iy എന്നുള്ള ഫോമിൽ കിട്ടി. നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? x1 + x2 എങ്ങനെ എഴുതാം? x2 + x1 എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. കാരണം എന്താണ്, നമുക്കറിയാം റിയൽ നമ്പേഴ്സ് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇത് കോംപ്ലക്സ് നമ്പർ ആണ്. കോംപ്ലക്സ് നമ്പർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, റിയൽ നമ്പേഴ്സ് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത്. x1 + x2 എന്ത് എഴുതാം? x2 + x1. ഈ x1ഉം x2 ഒക്കെ എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. y1ഉം y2 ഒക്കെ എന്താണ്, i എന്നുള്ളതുകൊണ്ട് ഇത് റിയൽ നമ്പേഴ്സ് ആണ് വരിക, റിയൽ ലൈനിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ x1 + x2 നമുക്ക് തിരിച്ച് x2 + x1 എഴുതാം, പ്ലസ് i × y1 + y2 എങ്ങനെ എഴുതാം? y2 + y1 എഴുതാം. ഇനി ഇതിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയാണ്. അതായത് എങ്ങനെ എഴുതാം? x2 + i/2 + x1 + i/1 എഴുതിക്കൊടുതിനെ, കുഴപ്പമില്ലല്ലോ. ഇതെന്താണ്? x2 + i/2 എന്ന് പറഞ്ഞാൽ എന്താണ്? Z2 പ്ലസ് ഇതെന്താണ്? Z1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? therefore Z1 + Z2 = Z2 + Z1 ആണ്. അതായത് കോംപ്ലക്സ് നമ്പർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താ പറയുന്നത്? Z1 and Z2 കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് കോംപ്ലക്സ് നമ്പർ അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ എങ്ങനെ എഴുതാല്? a.b = b.a അല്ലെങ്കിൽ a + b = b + a എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ Z1 Z2 എന്നുള്ളതാണ് നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ എന്നുണ്ടെങ്കിൽ Z1 + Z2 = Z2 + Z1. ഇതെന്താണ്? ഇത് അഡീഷനിലാണ്, അഡിറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. ഇത് മൾട്ടിപ്ലിക്കേഷനിൽ Z1 × Z2 = Z2 × Z1 ആണ്. ഇനി അടുത്തത് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലേ. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. ദാറ്റ് ഈസ് എന്താണ്? Z1 × Z2 = Z2 × Z1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്രൂഫ് നോക്കാം. Z1 = x1 + i/1 ആൻഡ് Z2 = x2 + i/2. അങ്ങനെയാണെങ്കിൽ Z1 × Z2 എങ്ങനെ എഴുതാം? x1 + i/1 × x2 + i/2. നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞത്? രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ മൾട്ടിപ്ലൈ ആയി എങ്ങനെ പറഞ്ഞത്? റിയൽ പാർട്ടിൽ x1 x2 - y1 y2
x1 x2 minus y1 y2 plus I into x1 y2 plus y1 x2. That is equal to, ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, x1 x2നെ എന്ത് എഴുതാം, x2 x1 എഴുതി കൂടെ, കുഴപ്പമില്ല. അപ്പം എന്ത് എഴുതാം, x2 x1 മൈനസ് y1 y2നെ എങ്ങനെ എഴുതാം, y2 y1 പ്ലസ് I ഇൻറ്റു ഇതിന് തിരിച്ചെഴുതാം അല്ലേ, y2 x1 പ്ലസ് x2 y1. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊന്നും നമുക്ക് എങ്ങനെ എഴുതാം, x2 പ്ലസ് I y2, ഇതിലൊക്കെ x2 ആണ് ഫസ്റ്റ് അല്ലേ, ഇവിടെ x2 ആണ് വരുന്നത്, y2 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് x2 പ്ലസ് I y2 ഇൻറ്റു x1 പ്ലസ് I y1. ഇങ്ങനെ എഴുതിക്കൂടെ ഇതിനെ, അതായത് ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ വരിക x2 x1 മൈനസ് y2 y1 പ്ലസ് I ഇൻറ്റു y2 x1 പ്ലസ് x2 y1 അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ വരും. അപ്പോൾ നമ്മളതിനെ ഈ ഫോമിൽ എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു z2 ഇൻറ്റു z1. അപ്പോൾ എന്താ കിട്ടി, വിച്ച് ഇംപ്ലൈസ് z1 z2 ഈക്വൽ ടു z2 z1 ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ അഡീഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ അടുത്തത് വരുന്നത് അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്, z1 z2 z3 എന്നുള്ള 3 കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ z1 പ്ലസ് z2 പ്ലസ് z3 ദാറ്റ് ഈസ് ഈക്വൽ ടു z1 പ്ലസ് z2 പ്ലസ് z3. അതുപോലെ ഇത് അഡീഷനിലാണ് അല്ലേ. അതുപോലെ മൾട്ടിപ്ലിക്കേഷനിൽ എന്ത് വരും, z1 ഇൻറ്റു z2 z3 ഈസ് ഈക്വൽ ടു z1 z2 ഇൻറ്റു z3 അല്ലേ. അപ്പോൾ അസോസിയേറ്റീവ് ലോ ഇതാണ് വരുന്നത്, അഡീഷൻ്റെതും മൾട്ടിപ്ലിക്കേഷൻ്റെതും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ടെക്സ്റ്റിൽ ഇല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആൽജിബ്രൈക് പ്രോപ്പർട്ടീസിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഈ ആൽജിബ്രൈക് പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അടുത്ത പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് എങ്ങനെ എഴുതാം, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് z1 z2 z3 എന്നുള്ള 3 കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, z1 ഇൻറ്റു z2 പ്ലസ് z3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, z1 z2 പ്ലസ് z1 z3 എന്ന് എഴുതാം അല്ലേ. അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഇങ്ങനെ എഴുതാം, z1 പ്ലസ് z2 ഇൻറ്റു z3 that is equal to z1 z3 plus z2 z3. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. പിന്നെ അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് z ആണ് അല്ലേ. z പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒരു നമ്പറിനെ ഏതോ ഒന്നുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിൽ 0നെ എങ്ങനെ എഴുതാം, 0 പ്ലസ് 0 ആയി എന്ന് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു z. അപ്പോൾ 0 തന്നെയാണ് എന്ത് വരുന്നത്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി വരുന്നത്. 0ൻ്റെ ഫോം എങ്ങനെയായിരിക്കും, 0 പ്ലസ് 0 ആയി. 0 എന്നുള്ളത് ഇത് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, അപ്പോൾ 0 ആണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി വരുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എങ്ങനെ വരും, z ഇൻറ്റു ഇസ് ഈക്വൽ ടു z തന്നെ വരണം അല്ലേ. ഏതോ നമ്പറിനെ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ z തന്നെ വരണം എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 1നെ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് I0 ഫോമിലാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി വരിക. ഇവിടെ 1 റിയൽ പാർട്ടും 0 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0യും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1ഉം ആണ് വരുന്നത്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്, z എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പ്ലസ് ഈക്വൽ ടു 0 കിട്ടണം അല്ലേ. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതാറുണ്ട്, കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള z-നെ ഏതൊരു നമ്പർ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, നമ്മളുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി, ദാറ്റ് ഈസ് 0 പ്ലസ് 0 I0 എന്നുള്ള ഈ ഒരു ഐഡൻറ്റിറ്റി കിട്ടണം. അത് ഏതായിരിക്കും നമ്പർ വരിക, -z അല്ലേ. z-ൻ്റെ നേരെ
നെഗറ്റീവ്, അതായത് മൈനസ് സെഡ് ആണ് എന്ത് വരുന്നത്, അഡിറ്റീവ് ഐഡന്റിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ പ്ലസ് യു പ്ലസ് ഐ വി എന്നുള്ളതാണ് നമ്മളുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ യു എന്തായിരിക്കും മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. അതുപോലെ വി എന്തായിരിക്കും മൈനസ് വൈ ആയിരിക്കും. യു എന്നുള്ളത് മൈനസ് എക്സും വി എന്നുള്ളത് മൈനസ് വൈ. അങ്ങനെയാകുമ്പോഴേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് മൈനസ് ഐ വൈ ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഐ 0. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, നമ്മളുടെ അഡിറ്റീവ് ഇൻവേഴ്സ് വരുന്നത്. നമ്മളിവിടെ യു പ്ലസ് ഐ വി എന്നുള്ള വേറൊരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ എഴുതിയെന്നുള്ളൂ. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ആയിരിക്കണം, വി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ആയിരിക്കണം. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. നേരത്തെ അഡിറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ എഴുതിയത്, സെഡ് പ്ലസ് സെഡ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി അല്ലേ. ഈ സെഡ് ഇൻവേഴ്സ് എന്നുള്ളത് ഇതിന്റെ നേരെ അഡിറ്റീവ് ഇൻവേഴ്സിലാകുമ്പോൾ ഇതിന്റെ നേരെ മൈനസ് ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ മൾട്ടിപ്ലിക്കേഷനിലാകുമ്പോൾ നമുക്ക് ഒരു നമ്പർ കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള സെഡും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് സെഡ് ഇൻവേഴ്സ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടേണ്ടത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. എന്തായിരുന്നു നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, 1 അല്ലേ, 1 പ്ലസ് ഐ 0. അപ്പോൾ ഇതാണ് കിട്ടേണ്ടത്. അപ്പോൾ സെഡ് ഇൻവേഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സപ്പോസ് ഞാനിവിടെ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു യു പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഐ 0. അപ്പോൾ യു പ്ലസ് ഐ വി ആണ് നമ്മുടെ സെഡ് ഇൻവേഴ്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ യുവും വിയും നമുക്ക് അറിയണം അല്ലേ. നേരത്തെ നമ്മൾ യുവും വിയും കാൽക്കുലേറ്റ് ചെയ്തു. യുവും വിയും നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അതിൻ്റെ നെഗറ്റീവ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ യുവും വിയും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 കോംപ്ലക്സ് നമ്പറാണ്. 2 കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് യു മൈനസ് വൈ വി പ്ലസ് ഐ ഇൻറ്റു എക്സ് വി മൈനസ് എക്സ് വി പ്ലസ് വൈ യു ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. 1 പ്ലസ് 0 ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് 2 കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം റിയൽ പാർട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് പ്ലസ് ഐ ഇൻറ്റു എക്സ് വി പ്ലസ് വൈ ഈക്വൽ ടു 1 പ്ലസ് 0 ആയി. ഇനി ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം, നമുക്ക് ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ എന്താ പറയുന്നത്, റിയൽ പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് എന്തെഴുതാം, എക്സ് യു മൈനസ് വൈ വി ഈസ് ഈക്വൽ ടു 1. അതുപോലെ എന്തെഴുതാം, ഇമാജിനറി പാർട്ട് എക്സ് വി പ്ലസ് വൈ യു ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഇക്വാലിറ്റി ഓഫ് റിയൽ കോംപ്ലക്സ് നമ്പേഴ്സ് അപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇക്വേഷൻ ഫോമിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം, ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ നമ്പർ 1, 2 കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം യു കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വി ഒഴിവാക്കണം അല്ലേ. അപ്പം എന്ത് ചെയ്യാം, ഇവിടെ വൈൻ്റെ പ്ലേസിൽ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയോ, ഇവിടെ ഒരു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ചെയ്യും, എക്സ് സ്ക്വയർ യു മൈനസ് വൈ എക്സ് വി ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ഇതെന്തായി മാറും, വൈ സ്ക്വയർ യു മൈനസ് പ്ലസ് എക്സ് വൈ വി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം, ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ 0 ആയി പോകും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു യു പ്ലസ് ഇത് 0 ആയി പോയി, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് എഴുതാം യു ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലേ. അതായത് യു എന്താണെന്ന് കിട്ടിയപ്പോൾ നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു യു പ്ലസ് ഐ വി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 ഐ ആണെന്നുണ്ടെങ്കിൽ യു എന്തായിരിക്കണം, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. അതുപോലെ വി നമുക്ക് കിട്ടേണ്ടത് വി ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനും എക്സ് കൊണ്ടും രണ്ടാമത്തേനും വൈ കൊണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്തത്. നേരെ തിരിച്ച് ചെയ്യുക അല്ലേ. എന്ത് ചെയ്യാം, ഇവിടെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, വൈ എക്സ് യു എക്സ് വൈ യു ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എക്സിൻ്റെ യുവിൻ്റെ വാല്യൂ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും വിൻ്റെ വാല്യൂ മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് സെഡ് ഇൻവേഴ്സ് എന്ത് എഴുതാം, ദാറ്റ് ഈസ് സെഡ് ഇൻവേഴ്സ് സെഡ് ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ആണ് അല്ലേ. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എക്സ് പ്ലസ് ഐ വൈ
എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യു പ്ലസ് ഐ വി ആണെന്ന് പറഞ്ഞു അല്ലേ. യു പ്ലസ് ഐ വിയിൽ യുവിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0i. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വരുന്നത്. സെഡ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? മൈനസ് ഇങ്ങോട്ട് കൊടുത്തിട്ട് മൈനസ് ഐ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നത്. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? സെഡ് ഇൻവേഴ്സ്. ഇതാണ് സെഡ് ഇൻവേഴ്സ് വരുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വരുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് പറഞ്ഞത്? ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റീവ് ലോ പറഞ്ഞു അല്ലേ. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിന് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞത് എന്തായിരുന്നു? കമ്മ്യൂട്ടേറ്റീവ് ലോ ആണെന്ന് പറഞ്ഞു. ഇതെന്തിലാണ്? അഡീഷനിലും ഉണ്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷനിലും അല്ലേ. അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? അസോസിയേറ്റീവ് ലോ ഉണ്ട്. പിന്നെ മൂന്നാമത്തേതോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലേ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് additive and multiplicative inverse. Additive and multiplicative identity. അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് additive and multiplicative inverse. Additive and multiplicative inverse. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോംപ്ലക്സ് നമ്പർ നമ്മൾ സെഡ് അല്ലേ. സെഡ് ഒരു ഫീൽഡാണെന്ന് പറയാം. സെഡ് ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. ഈ സെഡ് പ്ലസ് ഡോട്ട് ഈ എത്രയും പ്രോപ്പർട്ടീസ്, അതായത് അഡീഷനാലും മൾട്ടിപ്ലിക്കേഷനാലും, പ്ലസ് എന്ന് പറഞ്ഞത് അഡീഷനാലും മൾട്ടിപ്ലിക്കേഷനാലും കോംപ്ലക്സ് നമ്പർ സെഡ് എന്താണ്? ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. ഇവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അതുപോലെ ഇവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. ഇവിടെയുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് നമ്പറിനെ ഫീൽഡ് എന്നാണ് പറയുന്നത്. ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ ഇനി 5th ആൾജിബ്രയിലാണോ എന്തായാലും വരുന്നുണ്ട്. ഗ്രൂപ്പ്, ഫീൽഡ്, വെക്റ്റർ സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ്, ഓരോ പ്രോപ്പർട്ടീസിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെ ഗ്രൂപ്പൊക്കെ പഠിച്ചതാന്ന് തന്നെ തോന്നുന്നുണ്ട് അല്ലേ. അസോസിയേറ്റീവും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെഡ് പ്ലസ് ഒരു ഗ്രൂപ്പ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവും കൂടെ ആണെന്നുണ്ടെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി 5th വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്താണ്? സെഡ് എന്നുള്ളത് ഫീൽഡാണ്. ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതും അഡീഷനാലും മൾട്ടിപ്ലിക്കേഷനാലും സെഡ് ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് സെഡിനെ നമുക്ക് എന്ത് പറയാം? ഫീൽഡ് എന്ന് പറയാം. സെഡ് എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ്. ശരിക്കും കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ സി എന്നുള്ള ഈ ഒരു ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. സി കോംപ്ലക്സ് നമ്പർ എന്നുള്ളതിന്. സെഡ് എന്നാണ് നമ്മൾ സാധാരണ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള സെഡ് പ്ലൈനിലാണ് എന്നുള്ളതുകൊണ്ടാണ് സെഡ് എന്ന് യൂസ് ചെയ്യുന്നത്. സി എന്നാണ് സാധാരണ ഡിനോട്ട് ചെയ്യാറുള്ളത്. സി എന്നുള്ളത് പ്ലസ് അല്ലെങ്കിൽ സെഡ് എന്ന് തന്നെ എഴുതാം നമുക്ക്. സെഡ് പ്ലസ് ഡോട്ട് ഈസ് എ ഫീൽഡ് ആണ്.